സച്ചിയേട്ടനെ കണ്ടോ? അവര് കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ പോയി? ആ, ഞാനും കുറെ നോക്കി, കാണുന്നില്ല. ഹായ് തുമ്പി, എന്തു പറ്റി? എന്തു പറ്റാൻ? കണ്ടിട്ട് ഹാപ്പി അല്ലാന്ന് തോന്നുന്നു. അതൊന്നുമില്ല ക്ലാര, അത് നിനക്ക് തോന്നുന്നതാ. ശരി ക്ലാര, വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഡി, സത്യത്തില് നിനക്ക് എന്താ പറ്റിയേ? ക്ലാര പറഞ്ഞതുപോലെ എനിക്കും തോന്നുന്നു. എന്തു പറ്റാൻ? സത്യം പറ, ആ ജെയ്സൺ എന്തെങ്കിലും പറഞ്ഞോ? ഡി പറ, നീ എന്താ മറച്ചു വെക്കുന്നേ? അത് പിന്നെ അവന് എന്നെ ഇഷ്ടാണോലോ. നീ എന്തിനാ ചിരിക്കുന്നേ? ഓ എന്റെ തുമ്പി, അത് നിനക്ക് പണ്ടേ അറിയാവുന്ന കാര്യല്ലേ. അതല്ല ഇവിടുത്തെ വിഷയം. പിന്നെന്താ, ഒന്ന് വേഗം പറ. ഓ ഒന്നുമില്ലെന്റെ ദേവു, നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഇവക്കിപ്പോ എന്താ പറ്റിയേ? പാറൂസിനോട് ചോദിക്കാം. ചിന്നുന്റെ ഒരുക്ക് ഇനിയും കഴിഞ്ഞില്ലേ പാത്തു? കഴിഞ്ഞിട്ടുണ്ടാവില്ല. പാറു, പാറൂസേ ഇങ്ങോട്ട് വാ. എന്താ ചേച്ചി? ഇങ്ങോട്ട് വാ, ഒരു കാര്യത്തിനാ. എന്താ? അത് പിന്നെ നമ്മുടെ തുമ്പിക്ക് എന്താ പറ്റിയേ? തുമ്പിയേച്ചിക്ക് എന്താ പറ്റിയേ? ഓ അത് തന്നെയല്ലേ ഞാൻ നിന്നോട് ചോദിച്ചേ. തുമ്പിയേച്ചിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അതാ തുമ്പിയേച്ചി. ഓ അതല്ല പിന്നെ. ഓ എന്റെ പൊന്നോ, ഒന്നുമില്ലേ. ഓ ഈ ചേച്ചി കാര്യമില്ലാതെ വെറുതെ മനുഷ്യനെ വിളിച്ചു വരുത്തും. പാത്തു വാ. ഷോ, അവർക്കും അറിയില്ലേ. ഇനി ആരോണ്ടാ ചോദിക്കുക? ഉണ്ണിക്കുട്ടനോട് ചോദിച്ചാലോ? ദേവു, നീ എന്താ ഒറ്റക്ക് നിൽക്കുന്നേ? ഒറ്റക്കൊന്നല്ല, ഇതുവരെ തുമ്പി ഉണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് അവളെവിടെ? അവളിതാ അവിടെ ഇരിക്കുന്നു. അല്ല, അവളെന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇവിടെ? ഹായ് വാ. എന്താ? നമ്മളെ രണ്ടുപേരെ ഡ്രസ് നോക്ക്. ഓ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നാലും ഇതെങ്ങനെ? എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാറുണ്ട്. പറ. അതായത് തുമ്പിക്ക് എന്താ പറ്റിയേ? തുമ്പിക്ക് എന്ത് പറ്റാൻ? അതന്നല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നേ. എന്റെ ദേവു, തുമ്പിയല്ല ഇരിക്കുന്നേ, പിന്നെ അവക്ക് എന്ത് പറ്റാൻ? അതല്ല ഞാൻ പറയുന്നേ. നീ ആദ്യം തെളിയിച്ച് പറ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഇതുവരെ തുമ്പി ഹാപ്പി ആയിരുന്നു, ഇപ്പോ അങ്ങനെയല്ല. അത് ചിലപ്പോ നന്ദു പോയിട്ടാവും. നന്ദു എങ്ങോട്ട് പോവാൻ? അവന് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കോ? അതെ. അതെന്തേ? തുമ്പിയും ജെയ്സനും സംസാരിക്കുന്നത് അവന് പറ്റിയില്ല. അതിന് തുമ്പിയും ജെയ്സനും എന്താ സംസാരിച്ചേ? തുമ്പി അവനോട് അധികം സംസാരിക്കാറില്ലല്ലോ. ഇല്ലായിരുന്നു. എന്നാ ഇന്ന് അവൾ നല്ലോണം സംസാരിച്ചു. അത് മാത്രല്ല, അവന് ഇഷ്ടാണെന്ന് പറയുകയും അവളെ തീരുമാനം ചോദിക്കുകയും ചെയ്തു. എന്നിട്ടെന്താ, തുമ്പി പറയാന്ന് പറഞ്ഞു. അതെ, തുമ്പി ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. തുമ്പിയോ? നിനക്ക് തോന്നുന്നതായിരിക്കും. ഞാൻ കണ്ടതല്ല ദേവു. അതന്നെ ഞാനും വിചാരിക്കുന്നേ. തുമ്പിക്ക് നന്ദു എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോ എന്താ സംഭവിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അബുനെ വിളിച്ചിരുന്നു. അവൻ വരുമ്പോ അവനെ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദു വീട്ടിലേറ്റ് പോയതാ, ഇപ്പൊ വരാ മതി. അത് അവനെന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടി പിശാച് എല്ലായിടത്തും എത്തുമല്ലോ. ഹായ് ദേവു, എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണിക്കുട്ടാ വാ. ദേവു, എന്നാ പിന്നെ കാണാവേ. ശരി. ഈ പിശാച് എന്തിനാ എപ്പോഴും ഇവന്റെ പിന്നാലെ നടക്കുന്നേ? തുമ്പി, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല. എന്നാലും നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പറയാൻ? നീ ഒന്നും ഒളിക്കണ്ട, എന്നോട് ഉണ്ണിക്കുട്ടൻ എല്ലാം പറഞ്ഞു. അത് നീ എന്തൊക്കെയാ ചെയ്യുന്ന തുമ്പി? നിനക്ക് ജെയ്സനെ കണ്ണെടുത്ത കണ്ടൂടായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ? ദേവു, അത് ഞാൻ ഒരിക്കലും നിന്നിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ദേവു, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പറ. ജെയ്സണും ഞാനും സംസാരിക്കുന്നത് നന്ദു ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. നീ കരുതും പോലെയല്ല കാര്യങ്ങളൊന്നും. ഇപ്പോഴാ ഒരു സമാധാനായേ. സച്ചേട്ടൻ. എന്തു പറ്റി തുമ്പി? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത് സച്ചേട്ടനല്ലേ? ആണല്ലോ. അപ്പോ അമേരിക്കയിൽ നിന്ന് എന്ന് വന്നു? അതിന് ഞാൻ പോയിട്ടില്ലല്ലോ വരാൻ. എന്തേ പോയിട്ടില്ലാന്നോ? അതെ, ദേവു പറഞ്ഞു കൊടുക്ക്. അതെ തുമ്പി, സച്ചി പോയിട്ടില്ലായിരുന്നേ. അപ്പൊ പിന്നെ എന്തിനാ പോയിന്ന് കള്ളം പറഞ്ഞേ? എനിക്ക് പോവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അമ്മമ്മ അമ്മയോട് പറഞ്ഞ് ഞാൻ തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോ ഇത്രയും ദിവസം ഞാൻ അങ്ങോട്ടൊന്നും വന്നിട്ട് സച്ചേട്ടനെ കണ്ടില്ലല്ലോ. അതെങ്ങനെ കാണും? നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ നിൽക്കായിരുന്നേ. പ്രത്യേകിച്ച് അവണേച്ചിക്ക് നിന്നോട് പറയാൻ കരുതിയതായിരുന്നേ. അറിയാതെ നീയൊക്കെ അവണേച്ചിയോട് പറഞ്ഞാലോ, അതാ ഞാൻ പറയാഞ്ഞേ. എന്റെ ഈശ്വരാ, ശരിക്കും സർപ്രൈസ് ആയി പോയി. അല്ല, അപ്പൊ ഇനി സച്ചേട്ടൻ പോകുന്നില്ലല്ലോ? ഇപ്പൊ അടുത്തൊന്നും പോകുന്നില്ല. അല്ല, നന്ദു ഉസ്മാനൊക്കെ എന്തേ? അവന് വീട്ടിലേക്ക് പോയാ, എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ്. ഉസ്മാൻ വന്നിട്ടില്ല, അവന്റെ കൂടെ വരാ മതി ഇനി. ശരി, എന്നാ ഞാൻ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് പോയോക്കട്ടെ. തുമ്പി, അവനിപ്പോ അറിയണ്ടോ? ശരി സച്ചേട്ടാ. ഞാൻ തന്നെ അവളെ പോയി കണ്ടോളാം. ശരി. എന്നാലും ദേവു, നീ ഇത് മറച്ചു വെച്ചല്ലോ. ശരിക്കും സർപ്രൈസ് ആയി പോയല്ലോ. ഇപ്പോഴാ ഓർക്കുന്നേ. നമ്മൾ ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ പാറൂസ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സച്ചേട്ടനോടും ക്യാഷ് മേടിക്കാന്ന്. അവൾ അറിയാതെ പറഞ്ഞു പോയതാ. അതാ ഞാൻ അപ്പൊ തന്നെ മാറ്റി പറഞ്ഞേ. എന്റെ പാത്തു, അവൾ എന്തൊരുക്കാ ഒരുങ്ങുന്നേ? ഇന്ന് അവളെ കല്യാണത്താണോ? ചിന്നു, ചിന്നു മതി. വരുന്നുണ്ടോ? ഞാനെത്തി. പൊളിച്ചോ.
ഇത്രക്ക് അങ്ങോട്ട് ഭംഗിയില്ല. അമ്മയൊക്കെ പറഞ്ഞു ഇതിട്ടാ മതിയെന്ന്. അപ്പൊ കേക്ക് കട്ട് ചെയ്യുമ്പോ ഫോട്ടോ എടുക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവല്ലോ. അല്ല ലച്ചു ചേച്ചി എത്തിയില്ലല്ലോ. ചേച്ചി ഇപ്പൊ വരാ മതി. ആ ചേച്ചി തലവേദനയായിരുന്നു കിടക്കുകയായിരുന്നേ. കുറച്ച് കഴിഞ്ഞ് വരാന്നാ പറഞ്ഞേ. അല്ല നിങ്ങൾ എന്താ പുറത്ത് നിൽക്കുന്നേ? അത് പിന്നെ ഇവിടെയാ രസം. ആ പുറത്ത് നിന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യുന്നേ. ഹൈവ ഉള്ളില് നല്ല ചൂടായിരിക്കും. ഇവിടെ ആവുമ്പോ നല്ല സുഖത്തിൽ എല്ലാവർക്കും നിൽക്കല്ലോ. ആ അതന്നെ നല്ലത്. ആഹാ കൊള്ളാലോ. ആരുടേലും കല്യാണാണോ നാളെ? അതാവാൻ വഴിയില്ല. എന്തായാലും പിള്ളേർ കുറെ ഉണ്ടല്ലോ. വല്ല മാലയോ വളയോ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ പിള്ളേര് തന്നെ ഉണ്ടല്ലോ. ഇന്നത്തെ മോഷണം ഇവിടെ തന്നെ. അപ്പൊ ബോസ് നമുക്ക് പണി തുടങ്ങിയാലോ? നീ മിണ്ടരുത്. നിന്നെയും കൂട്ടി എവിടൊക്കെ പോയിട്ടുണ്ടോ അവിടുന്നൊക്കെ എന്നെ പിടിച്ചിട്ടുമുണ്ട്. ആ ഇനിയിപ്പോ എന്നെ പറഞ്ഞോ. ബോസിനെ മോഷ്ടിക്കാൻ അറിയാത്ത എന്റെ കുഴപ്പാ? എല്ലാം എന്റെ തെറ്റാ. നിന്നെ പോലെ ഒരു പൊട്ടനെ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഇല്ല ബോസ്, ഇത്തവണ നമ്മൾ പരാജയപ്പെടില്ല. നീയല്ലേ കൂടെ ഇല്ലേ? അതാ ബോസ് പറഞ്ഞേ ഇത്തവണ നമ്മൾ പരാജയപ്പെടില്ലാന്ന്. ഓ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇവിടെ നിക്ക്. അത് പറ്റില്ല. അതെന്താ പറ്റാത്തെ? ബോസ് എനിക്ക് വിശന്നിട്ട് വയ്യ. അവിടെ നല്ല ചിക്കനും മട്ടനൊക്കെ ഉണ്ടാവും ബോസ്. നമുക്ക് അവിടുന്ന് വയറ് നിറയെ കഴിക്കാം. ഓഹ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. നിന്റെ വീടാ അത്? ചിക്കനും മട്ടനും വേണമല്ലോ. എന്നിട്ട് വേണം നമ്മളെ പിടിക്കാൻ. അതെങ്ങനെ ബോസ്? നമുക്ക് ചോദിക്കുന്നവരോട് അവരെ കസിന പറഞ്ഞാ പോരെ? ഈ വീട്ടുകാരാണെങ്കിലും നമ്മളോട് ചോദിക്കുന്നേ. ആ ആദ്യം ഈ വീട്ടിൽ ആരൊക്കെയല്ലെന്ന് അറിയണം. നീ നടക്കുന്ന വല്ല കാര്യം പറ. എല്ലാം നടക്കും. ആദ്യം നമുക്ക് ഈ വീട്ടുകാരാരാന്ന് അറിയണം. എന്നാ പിന്നെ അവരെ കണ്ടുപെടാതെ നമുക്ക് മുങ്ങി നടക്കാം. അതൊന്നും നടക്കും തോന്നുന്നില്ല. എല്ലാം നടക്കും. ഹായ് നല്ല പൊരിച്ച ചിക്കന്റെ മണം. ഈശ്വര, ഇങ്ങനെ ഒരു ആക്രാന്തിയാണല്ലോ ഞാൻ കൂടെ കൂട്ടിയേ. അതിനെന്താ, ബോസിന് നല്ല ഫുഡ് കഴിക്കാലോ. അതാ ഇങ്ങോട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. അവളോട് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് കാര്യങ്ങൾ. ഈ കുട്ടി അത്ര പോരാ. നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നല്ല. ആരാ? ചിന്നുന്റെ റിലേറ്റീവ്സ് ആണോ? ആ അവളെ ബർത്ത്ഡേ ഫംഗ്ഷന് വന്നതായിരിക്കുലേ? ആ അതെ. എന്നിട്ടെന്താ ഇവിടെ നിൽക്കുന്നേ? അത് പിന്നെ ഗിഫ്റ്റ് വാങ്ങി വെച്ചത് എടുക്കാൻ മറന്നു പോയി. അയ്യോ. അതിവിടെ എടുത്തു തന്നെ പോയി എടുക്കാവുന്നതേ ഉള്ളൂ. ആ ശരി ക്ലാര, ദാ വരുന്നു. എന്നാ ശരി ട്ടോ, പിന്നെ കാണാവേ. ഓക്കേ ക്ലാര. അപ്പൊ ബോസ് ഏകദേശം പിടികിട്ടി. ഈ വീട്ടിലെ കുട്ടിയാണ് ചിന്നു. അവളെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എവിടെന്നെങ്കിലും ഒരു ഗിഫ്റ്റ് ഒപ്പിക്കണം. അതിപ്പോ എവിടെ ഒപ്പിക്കാനാ? ഒരു ഐഡിയ കിട്ടി ബോസ്. നമ്മളെ ഈ വീട്ടിൽ ആരെങ്കിലും ചോദിച്ചാ ക്ലാരന്റെ റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞാ പോരെ? ആ ഐഡിയ കൊള്ളാം. എന്നാ നമുക്ക് ഒരു ഗിഫ്റ്റ് എങ്ങനെങ്കിലും ഒപ്പിക്കണം. അതിപ്പോ ആ ബോക്സിന്റെ അകത്ത് എന്തെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടോ? അവര് ഇപ്പൊ തുറക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ എന്നാ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നമ്മള് വരുന്ന വഴിക്ക് ഞാനൊരു ബോക്സ് കണ്ടായിരുന്നു. അതില് വല്ല ചപ്പോ ചവറോടാ. അല്ല അപ്പൊ അത് കവർ ചെയ്യണ്ടേ? ആ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആദ്യം ബോസ് വാ. ആരാടാ നിനക്ക് ബുദ്ധിയില്ല പറഞ്ഞേ? അത് ബോസ് എന്നല്ലേ പറഞ്ഞേ? ഇനി കണ്ടോ എന്റെ ബുദ്ധി? എന്നാ വേഗം വാ, നമുക്ക് ഗിഫ്റ്റിനെല്ലാം റെഡിയാക്കാം. എന്നാലും ഞാൻ കണ്ടത് ചിന്നുന്റെ റിലേറ്റീവ്സ് തന്നെയാണോ? ആ എന്തേലും ആവട്ടെ. ആ ബലൂൺ കെട്ടിയത് റെഡിയായില്ല. ഒന്നുകൂടി റെഡിയാക്ക്. കുറച്ചുകൂടെ അങ്ങോട്ട്. ഓ ഇങ്ങനെ പറയണ്ടല്ലോ. എന്നാ തമ്പുരാട്ടി ഇവിടെ വന്ന് കെട്ടിക്കോ. അത് പറ്റില്ല. ഓള് പണിയെടുക്കൂല എന്നാ മറ്റുള്ളവരെ പണിയെടുക്കാൻ സമ്മതിക്കൂല. ഇതൊക്കെ ഒരു പണിയാണോ? നിന്നെ ഇന്ന് ഞാൻ. അയ്യോ കലിപ്പാണല്ലോ മുങ്ങിയേക്ക. എന്തിനങ്ങനെ ഓടുന്നേ? ഒന്നുമില്ല, ഒരു രസം. ആരോ ഓടിച്ചതാവും. ആരെ? നിന്റെ സ്വഭാവല്ലേ, പറയാൻ പറ്റത്തില്ല. നീ എന്നോട് പിണങ്ങിയോ? സത്യമായിട്ടും? അതേനേ, നീ ഇവിടെ ഇരിക്കി. ബോസ് അതാണോ ചിന്നു? ലച്ചേച്ചി വരില്ലല്ലേ? ഇല്ല, ലച്ചേച്ചിക്ക് തലവേദന മാറിയിട്ടില്ലെന്ന് പറഞ്ഞു നന്ദു. ഷോ കഷ്ടായി പോയി. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ ലച്ചേച്ചിയല്ലായിരുന്നോ പോയിരുന്നേ? എന്നിട്ട് ലച്ചേച്ചിക്ക് ഫംഗ്ഷന് കൂടാൻ കഴിയത്തില്ലല്ലോ. ശരിയാ, പാവണ്ട്. വേഗം ഒന്ന് തലവേദന മാറിയാ മതിയായിരുന്നു. എന്നാ ചേച്ചി വരും. നീ ഇങ്ങനെ വിഷമിക്കണ്ട, അത് വേഗം മാറും. ലച്ചേച്ചി വരും. ലച്ചേച്ചി വരുമായിരിക്കില്ലേ? ആ നന്ദോട്ടനും പറഞ്ഞിരുന്നു ലച്ചേച്ചിന്റെ തലവേദന കുറഞ്ഞാൽ വരുമെന്ന്. ചിന്നു അത് തന്നെ തോന്നുന്നു. അവര് പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്നാ ഈ ഗിഫ്റ്റ് അവക്ക് പോയി കൊടുത്താലോ? അല്ല, നേരത്തെ നമ്മളൊരു കുട്ടിയെ പരിചയപ്പെട്ടില്ലേ? അവളെ പേരെന്തേനി? ഓ എന്തിനിപ്പോ ഡോറെ. ആ കിട്ടി, ക്ലാര. എന്നാ നീ വാ. അല്ല ബോസ്, അവള് തന്നെ ആയിരിക്കോ ചിന്നു? അവള് നിറയെ ഓർണമെന്റ്സ് ഇട്ടിട്ടുണ്ട്. അവള് തന്നെ ആവാനാവായി. ഗിഫ്റ്റ് കൊടുത്തതാവും. നീ വാ. ഹാപ്പി ബർത്ത്ഡേ ചിന്നു. ഇതാരാ? ഇത് ചിന്നുവിന് ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ്. അയ്യോ ഞാനല്ല ചിന്നു. ബോസ് ഇത് ചിന്നു അല്ല. അയ്യോ സോറി, ഞങ്ങൾക്ക് ആള് മാറിയതാ. ഞങ്ങൾ ഇതുവരെ ചിന്നുവിനെ കണ്ടിട്ടില്ല. അപ്പോ നിങ്ങൾ അവരാരാ? അതായത് ഞങ്ങള് ക്ലാരന്റെ റിലേറ്റീവ്സാ. ഓ ക്ലാരന്റെ റിലേറ്റീവ്സ് ആണോ? ആ അതെ. ചിന്നുദാ അവിടെയുണ്ട്. ഇത് നിങ്ങളെ അവളെ കയ്യിൽ തന്നെ കൊടുത്തോളി. അപ്പോ അവക്ക് ഒന്നുകൂടെ സന്തോഷാവല്ലോ. ഓക്കെ, താങ്ക് യു. എടി പാത്തു. എന്താ? എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ എന്നൊരു തോന്നല്. അതാണോ? നീ കുളിച്ചിട്ടുണ്ടാവില്ല. ഒരു കാര്യം പറയുമ്പോ തമാശാക്കരുതേ. നീ സീരിയസ് ആയി പറഞ്ഞതാണോ? അതെ. എന്നാ ഇവിടെ എവിടെയെങ്കിലും വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചത്തിട്ടുണ്ടാവും. ഓ തേങ്ങ. തേങ്ങയോ? എന്റെ ഈശ്വരാ, ഈ പൊട്ടത്തിയെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നീ ആദ്യം തെളിയിച്ച് പറ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ
എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അത് നമുക്ക് കണ്ടുപിടിക്കണം. നീ എന്ന് പോയേ. ക്ലാരന്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവളെ പേരെങ്ങനെ അവർക്കറിയാ? അത് മാത്രല്ല ചിന്നുനെയും അവര് പറഞ്ഞില്ലേ? ആ അതാ എനിക്കൊന്നും പിടികിട്ടാത്തെ. അവർക്ക് എങ്ങനെ ക്ലാരനെ അറിയാ? അതുപോലെ ചിന്നുന്റെ പേരെങ്ങനെ അറിയാ? ആ അതാ ഞാൻ പറഞ്ഞേ, അത് ക്ലാരന്റെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കും. നീ വന്നേ. അല്ല, അത് ക്ലാരന്റെ റിലേറ്റീവ്സ് അല്ല. പാറു വാ, ദാ വരുന്നു. തുമ്പി, ഞാൻ വീട്ടിലൊന്ന് പോയി വരാവേ. ചേച്ചി ഇപ്പൊ എന്തിനാ പോകുന്നേ? എനിക്കൊരു സാധനം എടുക്കാനുണ്ട്. ഞാൻ വേഗം വരാം. അയ്യോ, അവിടെ ഒറ്റക്കാണോ പോകുന്നേ? അത് കുഴപ്പമില്ല, ഇവിടെ തന്നെ അല്ലേ. അത് വേണ്ട, ഞങ്ങളും പോരെ കൂടെ. വേണ്ട ദേവു, ഞാൻ വേഗം വരാം. ഞാൻ കൂടെ പോരെ ചേച്ചി. വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കി. വീട്ടിലെത്തിയ പിന്നെ അമ്മ ഉണ്ടല്ലോ. തുമ്പി, ഞാൻ അവിടെ ചേച്ചിന്റെ കൂടെ പോവാ. ശരി. ദേവു, അത് നിനക്ക് ബുദ്ധിമുട്ടാവോ? ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ ഞങ്ങൾ വേഗം പോയി വരട്ടെ തുമ്പി. ആ ശരി. നിനക്ക് എന്തോ എടുക്കാനല്ലോ? ഇല്ല. ദേവു, എന്നാ വാ. തുമ്പി, എന്താ ഉണ്ണിക്കുട്ടാ? അല്ല ദേവു അവിടെ എങ്ങോട്ടാ പോയേ? അതാ ചേച്ചിക്ക് വീട്ടിൽ നിന്ന് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു പോയാ. തനിച്ചോ? ദേവുണ്ടല്ലോ. എന്നാ ഞങ്ങളോട് പറഞ്ഞൂടായിരുന്നോ? ഞങ്ങൾ അവരെ കൂടെ പോവുമായിരുന്നല്ലോ. അവിടെ ഒറ്റക്ക് പോവാനാ തീരുമാനിച്ചിരുന്നേ. പിന്നെ കുറെ നിർബന്ധിച്ചപ്പോ ദേവുനെ കൂട്ടി പോയതാ. ആ നന്ദുവാ, ഉസ്മാനും സച്ചിയൊക്കെ ദാ അവിടെ. പിന്നെ തുമ്പി, സച്ചിയുടെ കാര്യം നീ ആവണിയോട് പറഞ്ഞില്ലല്ലോ? ഇല്ല. ആവണി കണ്ടിട്ടില്ലല്ലോ സച്ചിയെ? ഇല്ല, കണ്ടിട്ടില്ല. ആവണിയേച്ചി വരുമ്പോഴേക്കും സച്ചിയുടെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽക്കും. നന്ദുവാ. നന്ദു, എന്താ? നിനക്കെന്നോട് പിണക്കാണോ? എന്തിനെ? അത് പിന്നെ തുമ്പി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ നിന്നോട് പറഞ്ഞില്ല തുമ്പി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചേ. നന്ദു വാ, ദാടാ വരുന്നു. നന്ദുവിന് എന്താ പറ്റിയേ? ജെയ്സനോട് പറഞ്ഞതല്ല നന്ദു കേട്ടതല്ലേ, അതാവും. എങ്ങനെയുണ്ടേ നോക്ക്. മോനെ പൊളിച്ചു. അതാണ് ഈ അബു. ഏറ്റെടുത്ത അത് വൃത്തിക്ക് ചെയ്തിരിക്കും. അല്ല നന്ദു, നീ എന്താന്നും പറയാത്തേ? കൊള്ളാടാ. താങ്ക് യു. അല്ല, നീ ഇപ്പോഴും അത് വിട്ടില്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? എനിക്കെന്ത് കുഴപ്പം? അല്ല മണിക്കുട്ടാ, അവരെങ്ങോട്ടാ പോയേ? നീ ആരെ കാര്യം പറയുന്നേ? അല്ല, ആവണിയും ദേവും പോകുന്നത് കണ്ടു. അവര് വീട്ടിലോട്ടാന്ന് പറഞ്ഞേ. വീട്ടിലേക്കോ? ആവണിക്ക് വീട്ടിൽ നിന്ന് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ്. അല്ലടാ, അവരൊറ്റക്കാ പോയേ? അതെ. നിനക്ക് അവരെ കൂടെ പോയിക്കൂടായിരുന്നോ? ഞാനിപ്പോഴാടാ അറിയുന്നേ, തുമ്പി പറഞ്ഞപ്പോ. ഇവിടെ അടുത്ത് തന്നെയല്ലേ, വേഗം വന്നോളൂ. അല്ലടാ, തുമ്പി എന്ത് പറഞ്ഞു? അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവനെന്ത് പറ്റി? അല്ല, അവനിതെങ്ങോട്ടാ പോകുന്നേ? നന്ദൂട്ടാ, നീ എങ്ങോട്ടാ? ഇപ്പോ വരടാ. സത്യത്തിന് അവന് നല്ല വിഷമായിട്ടുണ്ട്. ശരിയാ, എങ്ങനെ ഇല്ലാതൊക്കെ. ചെറുപ്പം മുതലേ അവന് ഭയങ്കര ഇഷ്ടാ തുമ്പിയെ. എന്നാലും തുമ്പിയുടെ മനസ്സിൽ എന്താണാവോ? എന്നാലും ആരായിരിക്കും അവര്? എന്റെ പാറു, നീ ഇതുവരെ അത് വിട്ടില്ലേ? ഞാൻ എന്തായാലും അവരാരാന്ന് കണ്ടുപിടിക്കും. അതാ വരുന്നു. അത് ക്ലാരയല്ലേ? നമുക്ക് അവളോട് ചോദിച്ചു നോക്കിയാ പോരെ? അത് വേണ്ട. അവളോട് ചോദിച്ചു നോക്കിയാലും അവള് നമ്മളോടൊന്നും പറയത്തില്ല. അതൊക്കെ പറയും. അവളുടെ കൂടെ ജൂഹി ഇല്ലല്ലോ. ജൂഹി ഉണ്ടാവുമ്പോ അവള് നമ്മളോട് മിണ്ടത്തേ ഇല്ല. ശരിയാ, ആ പിശാശ് ഉണ്ടാവുമ്പോ ഇതിനും കുറച്ച് ജാടയാ. നമുക്ക് ചോദിച്ചു നോക്കാം. എന്നാ നീ ചോദിക്ക്. എന്താ രണ്ടും കൂടെ ഇവിടെ നിൽക്കുന്നേ? അതെന്താ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലേ? എന്തോ പണി ഒപ്പിക്കാനായിരിക്കും. ഞങ്ങൾ വെറുതെ ഇവിടെ നിന്നാ. അല്ല, ഇപ്പൊ രണ്ടുപേര് വന്നില്ലേ? ഏത് രണ്ടുപേര്? ഇപ്പോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് രണ്ടുപേര് വന്നില്ലേ? അവര്. അവരെ ക്ലാരേജിക്ക് അറിയോ? അറിയാം. എന്തേ? ഒന്നുമില്ല, ചോദിച്ചതാ. ഞങ്ങൾ ഇതുവരെ കണ്ടു പരിചയമില്ല, അതാ. ശരി. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞതല്ലേ അത് ക്ലാരന്റെ റിലേറ്റീവ്സ് ആവുന്നേ. നീ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടണ്ട. നിനക്ക് അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് എന്തൊക്കെ സംശയം പോലെ. നിന്റെ ഒരു സംശയം. നീ നോക്കിക്കോ, ഞാനത് കണ്ടെത്തും. എന്റെ പാറു, ഇപ്പൊ ക്ലാരയും പറഞ്ഞത് നീ കേട്ടില്ലേ? ആര് പറഞ്ഞിട്ടും കാര്യമില്ല, അവര് ക്ലാരന്റെ റിലേറ്റീവ്സ് അല്ല. അല്ലെങ്കിൽ ക്ലാരക്കും ഇതിലെന്തോ പങ്കുണ്ടാവും. നീ പറഞ്ഞു വരുന്നേ? അതായത് ജോഹിയും ക്ലാരയും എന്തോ പണി ഒപ്പിക്കാനായിരിക്കും. റബ്ബേ, നീ പറഞ്ഞതുപോലെ ആവോ? അതാ പറഞ്ഞേ, അവരാരാന്ന് ആദ്യം കണ്ടെത്തണം. അവര് വരുന്നുണ്ട്. ഹായ് ബേബീസ്, ഞങ്ങൾക്കൊരു പേരുണ്ട്. എന്താണാവോ തമ്പുരാട്ടിയുടെ പേര്? അതെന്തിനാ അറിയുന്നേ? പിന്നെ പേര് അറിഞ്ഞാലല്ലേ വിളിക്കാൻ പറ്റൂ. പാറു. താനെന്തിനാ ചിരിക്കുന്നേ? പാറയ്ക്ക് ഒരു കുട്ടിക്ക് പേരിടൂ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പാറയല്ല പൊട്ടാ, പാറു. പാറു, നൈസ് നെയിം. അല്ല, ഇയാളുടെ പേരെന്താ? പാത്തു. കൊള്ളാലോ. എന്റെ പേര് ചോട്ടു. നല്ല ബെസ്റ്റ് പേര്. അല്ല, ഞങ്ങൾ നിന്നോട് പേര് ചോദിച്ചില്ലല്ലോ.
ചുമ്മാ പറഞ്ഞതാ. അല്ല, അപ്പൊ ക്ലാര നിങ്ങൾ